കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ലോവർ ഡിജിറ്റിൽ പോലും NDAക്ക് വന്നിരിക്കുന്നത്. 122 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിൽ കുറഞ്ഞത് 133 സീറ്റുകൾ BJP JDU സഖ്യത്തിന് കിട്ടാം എന്നുള്ളതാണ്. LJPയും ആ സഖ്യത്തിലെ പ്രധാന പാർട്ടിയാണ്, അവർക്ക് കിട്ടാം എന്നുള്ളതാണ്. പരമാവധി 159 സീറ്റുകൾ വരെ പോകാം എന്നുള്ളതാണ് NDAക്ക്. അതേസമയം മഹാഗഡ്ബന്ധന് 75 മുതൽ 101, അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്നാണ്. കഴിഞ്ഞ തവണ 110 സീറ്റുകൾ കിട്ടിയ ടൈംസ് നൗവിന്റെ കണക്ക്. ടൈംസ് നൗ പറയുന്നത് 135 മുതൽ 150 സീറ്റ് വരെ, ഏതാണ്ട് സമാനമാണ്. പീപ്പിൾ പൾസ് പറഞ്ഞതിന് സമാനമാണ്. 135 എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ്. 130 മുതൽ 135, 150. MGB 88 മുതൽ 105 സീറ്റുകൾ വരെ എന്നുള്ളതാണ്, 103 സീറ്റുകൾ വരെ എന്നുള്ളതാണ്. JSP ഒരു സീറ്റ് നേടിയേക്കാം എന്നാണ് ജൻസുരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ. മറ്റുള്ളവർ 3 മുതൽ 6 സീറ്റുകൾ വരെ നേടാം എന്നാണ്. അതായത് അവിടെയും ഈ രണ്ടിലും പീപ്പിൾ പൾസിലും ടൈംസിലും രണ്ടിലും വന്നിരിക്കുന്നത് NDAക്കാണ് ഇതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പോകുന്നത്. അതായത് കേവല ഭൂരിപക്ഷം നേടും എന്നുള്ളതാണ് ഈ രണ്ട് എക്സിറ്റ് പോളും സൂചിപ്പിക്കുന്നത്. അതേസമയം ന്യൂസ് 18ന്റെ എക്സിറ്റ് പോൾ ആദ്യ ഘട്ടം വോട്ടെടുപ്പ് നടന്ന 121 മണ്ഡലങ്ങളിലെയാണ്. അതിലും NDA സഖ്യത്തിനാണ് കൂടുതൽ സീറ്റുകൾ പറയുന്നത്. ന്യൂസ് 18ന്റെ കണക്ക് കൂടി വരാം. അതിൽ പറയുമ്പോൾ ഓരോ പാർട്ടിയുടെയും സീറ്റുകളും പറയുന്നുണ്ട്. ന്യൂസ് 18ന്റെ കണക്കനുസരിച്ച് അതുപ്രകാരം JDUവിനും BJPക്കുമാണ് കൂടുതൽ സീറ്റുകൾ. മാട്രിക്സിന്റെ സർവേ അനുസരിച്ച് NDAക്ക് 147 മുതൽ 167 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 2 എക്സിറ്റ് പോളിനേക്കാൾ കൂടുതൽ. 147 എന്ന് പറയുമ്പോൾ വലിയ കണക്കാണ്. 147, 167. അതേസമയം MGB മഹാഗഡ്ബന്ധൻ, കോൺഗ്രസും RJDയും ചേർന്നുള്ള ഇടതു പാർട്ടികളും ചേർന്നുള്ള MGBക്ക് 70 മുതൽ 90 സീറ്റുകൾ വരെ മാത്രം. അതായത് കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്തെങ്ങും എത്തില്ല എന്നുള്ളതാണ്. അവിടെയും MGBക്ക് നഷ്ടമാണ്. JSP ജൻസുരാജ് പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നാണ്. മറ്റുള്ളവർ 3 മുതൽ 5 വരെ. അതായത് വന്ന 3 എക്സിറ്റ് പോളുകളിലും കേവല ഭൂരിപക്ഷത്തേക്കാൾ സീറ്റുകൾ കൂടുതൽ NDAക്ക് BJP JDU സഖ്യത്തിന് കിട്ടാം എന്ന് പറയുമ്പോൾ ബീഹാറിൽ ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള പ്രഡിക്ഷനാണ് വരുന്നത് മുഴുവനും. മറ്റൊരു പ്രധാന കാര്യം, ഇതിൽ കോൺഗ്രസിനായിരിക്കും കൂടുതൽ തിരിച്ചടി എന്നത് നമുക്ക് ഈ ഫിഗേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. കാരണം 60 സീറ്റോളം മത്സരിക്കുന്ന കോൺഗ്രസിന് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി ഉണ്ടായി. അതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തിയത്. അപ്പോൾ അതെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നമ്മളെല്ലാവരും സഗൗരവം നോക്കിയിരുന്നതാണ്. പക്ഷേ കോൺഗ്രസിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ഈ ഫിഗേഴ്സ് കാണിക്കുന്നത്. മാത്രമല്ല ഇവിടെ NDA സഖ്യത്തിന് ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം അവരെ ബാധിച്ചേക്കാമെന്നൊരു ആശങ്ക ആദ്യ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ചാണക്യനുസരിച്ച് 130, 138 NDA, MGB 100, 108. അതിലും കേവല ഭൂരിപക്ഷം MGBക്ക് ഇല്ല. ജൻസുരാജ് പാർട്ടി ഒരു സീറ്റുമില്ല. അവിടെയും 130, 138. അതായത് വന്ന 4 എക്സിറ്റ് പോളുകളിലും